കമ്മ്യൂണിസം എങ്ങനെ ഇവിടെ ഉണ്ടായി, എങ്ങനെ അത് പടർന്ന് പന്തലിച്ചു, എന്തിനാ ആക്രമങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അല്ലാതെ നുള്ളിയനും പിച്ചിയനും ഒന്നും അല്ല ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വ്യക്തമായ കാരണങ്ങളുണ്ട്. അടിമത്വം, ജാതി വ്യവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യം, വസ്ത്രമില്ലായ്മകൾ, ഭക്ഷണമില്ലായ്മകൾ, അതിനൊക്കെയാണ് കമ്മ്യൂണിസം പ്രയോജനപ്പെടുത്തിയത്. കമ്മ്യൂണിസത്തിൻ്റെ അക്രമങ്ങളെല്ലാം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു. അതാണ് കമ്മ്യൂണിസം. അല്ലാതെ ഇപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരുമാതിരി എല്ലിൻ്റെ ഇടയിൽ കുത്തിയ പോലത്തെ പരിപാടിയല്ല കമ്മ്യൂണിസം. എല്ലിൻ്റെ ഇടയിൽ കുത്തിയല്ല, പല്ലിൻ്റെ ഇടയിൽ കുത്തിയതല്ലേ? എന്താ പറയുക, എല്ലിൻ്റെ ഇടയിൽ കുത്തിയതാണോ? ഓക്കെ. സത്യത്തിൽ എന്താണ് കമ്മ്യൂണിസം? എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ പണ്ടത്തെ കാലത്ത് അക്രമങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടത്തിയത്? അത് ഫുഡിന് വേണ്ടിയായിരുന്നു, അത് ഷെൽട്ടറിന് വേണ്ടിയായിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു, നമുക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അല്ലാതെ ഇപ്പോഴത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ SFI പാർട്ടിയോ നുള്ളിയേനും പിച്ചേനും തുമ്മിയേനും ചീറ്റിയതിനൊക്കെ നടത്തുന്ന പോലുള്ള ഒരുമാതിരി ചുമ്മാ ഒരു കളിപ്പീര് പരിപാടിയല്ലായിരുന്നു കമ്മ്യൂണിസം. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളാണ് ആ കമ്മ്യൂണിസം എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ നാണം കെടുത്തിയവർ എന്ന് ഞാൻ പറയും. സത്യത്തിൽ വ്യക്തികളാണ് ഈ രാഷ്ട്രീയത്തെയൊക്കെ വേറെ ദിശയിൽ കൊണ്ടുപോയി നശിപ്പിച്ചത്. അത് പിന്നെ ഒരു കൂട്ടങ്ങൾ ഏറ്റെടുത്ത് പിന്നെ ആകെ അലമ്പായി മാറിയതാണ്.